എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ 2026 കടക്കാൻ പോവുകയാണ്. 25 തീരാനായിട്ട് പോവുകയാണ്. ഈ 26 കടക്കുമ്പോൾ, 25 അവസാനിക്കാൻ പോകുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചെറിയ കാര്യം പറയാനുള്ളത്, നമ്മൾ ശരീരത്തിന് കെയർ കൊടുക്കുന്നത് പോലെ തന്നെ മനസ്സിനും കെയർ കൊടുക്കണം. എങ്കിലേ 2026 ഒരു നല്ല വർഷമായിട്ട് തീരുകയുള്ളൂ. ശരീരത്തിനൊരു രോഗം വന്നാൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോകും, മരുന്ന് മേടിക്കും. ആ രോഗം മാറ്റാൻ നമ്മൾ വേണ്ടതെല്ലാം ചെയ്യും. മനസ്സിന് വരുന്ന അസ്വസ്ഥതകളെയും നമ്മൾ ആ രീതിയിലൊന്ന് കാണണം. മനസ്സിൽ 2025 ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഫിയറും ഗ്രീഫും ആങ്കർ ഇഷ്യൂസും ഫ്രസ്ട്രേഷനും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പരിഹരിക്കാനുള്ള നടപടി നിങ്ങൾ എടുത്തില്ല എങ്കിൽ 26 ഇത് തന്നെയായിരിക്കും തുടരുക. 26 that feelings and that problems will increase, that you have to realize. Unless and until you deal with the problems will increase without your awareness. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ പ്രോബ്ലങ്ങൾ വർദ്ധിക്കാതിരിക്കണമെങ്കിൽ മനസ്സിനെ കെയർ എടുക്കും ഞാൻ എന്നൊരു തീരുമാനം ഇപ്പോൾ തന്നെ എടുക്കുക. ഞാനൊരു എക്സസൈസ് നിങ്ങളോട് പറയാം. നിങ്ങളുടെ ലൈഫിലുണ്ടായ 25 പോസിറ്റീവായ കാര്യങ്ങളെ ഒന്ന് എഴുതുക, നെഗറ്റീവായ കാര്യങ്ങളെ ഒന്ന് എഴുതുക. നെഗറ്റീവായ കാര്യങ്ങൾ എഴുതിയ പേപ്പർ കീറിക്കളയുക. പോസിറ്റീവായി എഴുതിയ കാര്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറയുക, ഇത് അടുത്ത വർഷം ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര തവണ ഇങ്ങനെ പറയാൻ പറ്റുമോ അത്രയും തവണ പറയുക. പോസിറ്റീവ് അനുഭവങ്ങൾ കൂടുതൽ ആവർത്തിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. നെഗറ്റീവ് അനുഭവങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ജീവിതം ഭാരമാകുന്നത്. ബോധപൂർവം പരിശ്രമിച്ചാൽ നമുക്ക് പോസിറ്റീവ് അനുഭവങ്ങളെ ആവർത്തിച്ച് അനുഭവിക്കാം. അതിനുള്ള ഒരു പരിശ്രമം നിങ്ങൾക്കുണ്ടാകട്ടെ. എന്തും നേടണമെങ്കിൽ പരിശ്രമം വേണം. മനസ്സിനെ പോസിറ്റീവ് ആക്കണമെങ്കിലും പരിശ്രമം വേണം. 2026 നല്ലൊരു വർഷമാകട്ടെ.